ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും ഇവർ നാട്ടിലോട്ട് ലീവിന് വന്ന ആൾക്കാരെന്ന്. പക്ഷെ അതല്ല, ഇവർ നാട്ടിൽ ലീവ് കഴിഞ്ഞ് തിരിച്ച് അവരുടെ ജോലി സ്ഥലത്തോട്ട് മടങ്ങാനിരുന്ന പ്രവാസികളാണ്. അപ്പം ഇന്നുണ്ടായ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് എടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോഴത്തേക്കും ഇവരിവിടെ പെട്ടുപോയി. ഈ വെയിലം നിങ്ങൾ കണ്ടായിരുന്നു. ഈ വെയിലത്ത് ഇവരെ മണിക്കൂറുകളോടെ വെയിറ്റ് ചെയ്യിപ്പിച്ച്, എന്ന് വെച്ചാൽ ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂ ഒരു ഫ്ലൈറ്റിന് ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനോ പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കോ ഇനി എന്താണ് അടുത്ത നടപടി എടുക്കാൻ എന്നുള്ളവർ പകച്ചു നിൽക്കുന്നൊരവസ്ഥയാണ്. കാരണം ഇവർ മണിക്കൂറുകളോളം ഇവിടെ വെയിലത്ത് വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം ഇവർ ബഹളം ഉണ്ടാക്കിയിട്ടാണ് പിന്നീട് അവരെന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനോ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർക്കോ ഒരു നിലപാടില്ല. അപ്പോൾ അത് നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് അധികാരികളോട് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമുക്ക് ആയിരങ്ങൾ പൈസ മുടക്കിയിട്ടാണ് ഇവർ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം അവർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തൊരു സപ്പോർട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർ ഇവിടെ നിന്ന് അടുത്ത് ജോലിക്കോട്ട് പോകുമ്പോഴത്തേക്കും പല പ്രതീക്ഷകളായിട്ട് കയറി ചെല്ലുമ്പോൾ അവർ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട് എന്ന്